വളാഞ്ചേരി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചതായി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അറിയിച്ചു. നഗരസഭാ പരിധിയിലെ പൊതു ഇടങ്ങളുടെയും ഘടക സ്ഥാപനങ്ങളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ മാസ് ഡ്രൈവിന്റെ ഭാഗമായി 18, 19 തീയതികളിൽ നടന്നു. പ്രധാന പാതകളിലെ റോഡുകളിലേക്ക് നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിന് ശനിയാഴ്ച തുടക്കം കുറിച്ചു. വരും ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഇത്തരം പ്രവർത്തികളുമായി നഗരസഭ മുന്നിട്ടിറങ്ങുന്നു. സ്വകാര്യ വ്യക്തികൾ പൊതുസ്ഥലങ്ങളിലേക്ക് അപകടകരമായി തൂങ്ങി നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും ചെയർമാൻ അറിയിച്ചു. കാലവർഷം ശക്തമാകാനിരിക്കെ വളാഞ്ചേരി നഗരസഭയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളാഞ്ചേരിയിലെ രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ, അതുപോലെ തൊഴിലുറപ്പ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ജനപങ്കാളിത്തത്തോടു കൂടിയാണ് വളാഞ്ചേരി നഗരസഭ ഈ മാസ് ഡ്രൈവ് നടപ്പിൽ വരുത്തിയത്. പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ അപകടകരമായ രീതിയിൽ ചില മരങ്ങളിൽ നിന്നുള്ള കൊമ്പുകളും മറ്റുമൊക്കെ ഇന്നു മുതൽ അത് അടിയന്തരമായിട്ട് മാറ്റുന്നതിനുള്ള നടപടി ആയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ചേർന്ന ട്രീ കമ്മിറ്റി അത് അത്തരം പ്രവർത്തനങ്ങൾ ഏതൊക്കെ ചെയ്യണമെന്നുള്ളത് വിലയിരുത്തുകയും ആ ട്രീ കമ്മിറ്റിയിൽ ഫോറസ്റ്റിൻ്റെ പ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയിരുന്നു കൊണ്ട് നിലവിൽ പല സ്ഥലങ്ങളിൽ നിന്നും പരാതികളായി കിട്ടിയ മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നത് അടക്കമുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഇത്തരം രീതിയിൽ തൊട്ട് അടുത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ അപകടമായ രീതിയിലുള്ള മരത്തിൻ്റെ കൊമ്പുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർ സ്വന്തം ചെലവിലാണ് മാറ്റേണ്ടത്. തീർച്ചയായിട്ടും ഒരു മഴക്കാലം, ഒരു വർഷക്കാലം വരുമ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലക്കാണ് നഗരസഭ ഇത്തരം കാര്യങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.